and the truth and the life. No one comes to the Father but by me. John chapter 14 verse 6. നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ആരാധനാക്രമ മത്സരത്തിൻ്റെ അറിവുകളിലേക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവം തൻ്റെ പ്രോജക്റ്റുകളെ മാത്രമേ ആശീർവദിക്കുകയുള്ളൂ. അല്ലാതെ ദൈവം നമ്മൾ ഈ ലോകത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അതിനെ ആശീർവദിക്കുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതികളെ ദൈവം ആശീർവദിക്കുന്നതിൻ്റെ കാരണം അതുവഴി നമ്മുടെ ആത്മാവും രക്ഷ പ്രാപിക്കും എന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മുടെ ഈ ലോകവും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ നിത്യ ലോകവും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പ്രോജക്റ്റുകളെ പദ്ധതികളെ മാത്രമേ ആശീർവദിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവ് എന്താണ് തൻ്റെ സഭയിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് അറിഞ്ഞ് നമ്മളതിനെ അംഗീകരിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. ആരോഗ്യം പോരാ. ഹല്ലേലൂയ. ആരാധനാക്രമ മത്സരത്തില് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതായത് സഭയുടെ ആരാധനാക്രമ പുസ്തകമുണ്ട്, പാഠ്യപുസ്തകം, വേദപാഠ പുസ്തകം. എല്ലാവരും വീട്ടിലൊരെണ്ണം സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി പിതാക്കന്മാർ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ എഴുതി തന്ന ശൈലിയാണ് മതബോധന ഗ്രന്ഥം. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്തെ ഒരു ഖണ്ഡിക നമ്മളിന്ന് വായിക്കുകയാണ്. ഉണ്ടോ പുസ്തകം? ഇല്ല, മിടുക്കി. അതിൻ്റെ 1075 ഖണ്ഡികയാണ് നമ്മൾ വായിക്കുന്നത്. 1075. ആ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആരാധനാക്രമ മതബോധനത്തിൻ്റെ ഉദ്ദേശം. നമ്മളതിൻ്റെ തുടക്കം മനസ്സിലാക്കുകയാണ്. എന്തിനാണ് ഈ സഭയിൽ ഈ ആരാധനാക്രമ മത്സരം? ആരാധനാക്രമ മത്സരത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനാക്രമ മതബോധനത്തിൻ്റെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക എന്നതാണ്. ഇത് നമ്മളൊന്നും മനസ്സിലേക്കൊന്ന് ആഴത്തിൽ കൊണ്ടുവരണം. വളരെ പ്രധാനപ്പെട്ടതായ ഒരു പാഠമാണ്. അതായത് എന്തിനാണ് നമ്മൾ ഈ ആരാധനാക്രമം, എന്തിനാണ് സഭയിൽ ആരാധന എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ആരാധനയിൽ ആചരിക്കുന്നത്. ഒന്ന്, പരമപ്രധാനമായിട്ട് കൂദാശകൾ, 7 കൂദാശകളുടെ ആചരണം. 2, നമ്മുടെ കർത്താവിൻ്റെ കൂദാശകളോട് ചേർന്ന് തന്നെ കൂദാശേതര ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ കൂദാശകളല്ല, എന്നാൽ നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മളുടെ ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി സഭ ഒരുപാട് ശുശ്രൂഷകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, വീട് കൂദാശ, വണ്ടി വെഞ്ചരിക്കുന്നത്, നമ്മളുടെ ഒരു പ്രത്യേകമായ ഒരു ശുശ്രൂഷ നമ്മളുടെ വീട്ടിൽ നമ്മൾ ക്രമീകരിച്ചിട്ട് നമ്മൾ ആ സ്ഥലം വെഞ്ചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ശുശ്രൂഷകളുണ്ട്. നമുക്കൊരു ദിവ്യനിധി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ഒരു 100-ൽ പരം പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. ഭക്ഷണത്തെ ആശീർവദിക്കാനുണ്ട്, കാഴ്ച സമർപ്പണത്തെ ആശീർവദിക്കാനുണ്ട്, നമ്മളുടെ കൊടിയേറ്റിന് ഉള്ള പ്രാർത്ഥനയുണ്ട്, പെരുന്നാളുകൾക്ക് മുമ്പുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കൂദാശേതര പ്രാർത്ഥനകളുണ്ട്, ശുശ്രൂഷകൾ. ഇതെല്ലാം സഭ നിഷ്കർഷിച്ചിട്ടുള്ള അതാത് ദേശത്തിനും റീത്തിനും വേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ള ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, ശുശ്രൂഷ പ്രാർത്ഥനകൾ. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം സഭയുടെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് കൂടാതെ നമുക്ക് തിരുനാളുകളുണ്ട്, കർത്താവിൻ്റെ തിരുനാളുകൾ. ക്രിസ്മസ് ഉണ്ട്, കർത്താവിൻ്റെ ദനഹ തിരുനാളുണ്ട്. എന്താണത്? കർത്താവിൻ്റെ മാമോദീസായ. അതുകൂടാതെ നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണ ദുഃഖവെള്ളിയുണ്ട്, പെസഹ ഉണ്ട്, നമ്മൾ ഈസ്റ്റർ ഉണ്ട്, പെന്തക്കോസ്തിയുണ്ട്, സ്വർഗാരോഹണമുണ്ട്. അങ്ങനെ ഒരുപാട് കർത്താവിൻ്റെ മാറാനായ തിരുനാളുകൾ, നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകൾ.
ആ ദിനങ്ങളെല്ലാം നമ്മൾ ഒരുപാട് ആരാധനാക്രമം അനുസരിച്ചാണ് ചെയ്യുന്നത്. തീയൊഴിച്ച ശുശ്രൂഷ, ഉദാഹരണത്തിന് ക്രിസ്മസിന്, അതിനെന്തിനാണ്? അതിന് ആ ഒരു ശുശ്രൂഷ സഭയുടെ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. കുരിശുകുമ്പിടിയിൽ അതാണ് ദുഃഖവെള്ളിയെ നടത്തുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷകളെയാണ് ആരാധനാക്രമം എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ 7 നേരത്തെ യാമപ്രാർത്ഥനകൾ, 7 നേരത്തെ യാമപ്രാർത്ഥനകളെന്നൊക്കെ നമുക്കൊരു സ്വപ്നമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഒരു ആശ്രമത്തിൽ ഒരു 40 ദിവസം പോയി മൗനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. ആ ആശ്രമത്തിലെ സന്യാസിമാര് കൃത്യം ആ സമയങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. രാത്രിയുടെ യാമങ്ങളിൽ അത് 3-ാം മണി, 6-ാം മണി, 9-ാം മണി, 12-ാം മണി. അപ്പോൾ ഈ സമയത്തൊക്കെ അവർ എഴുന്നേറ്റിരുന്ന് യാമങ്ങൾ 7 യാമങ്ങളിലും ഉണർന്ന് പ്രാർത്ഥിക്കുന്ന സന്യാസിമാരെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഇപ്പം എന്തായാലും നമ്മളതെല്ലാം കൂടെ ആറ്റിക്കുറുക്കി കുറഞ്ഞത് 3 യാമങ്ങളിലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുക. പ്രഭാത പ്രാർത്ഥന, ഉച്ചനമസ്കാരം, സന്ധ്യാ നമസ്കാരം, അല്ലെങ്കിൽ രാത്രി നമസ്കാരം കൂടെ. അങ്ങനെ 4 യാമങ്ങളിലെങ്കിലും നമ്മളിത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരാധനാക്രമത്തിൻ്റെ ഈ രീതികൾ, അതായത് ശ്രദ്ധിക്കണം, കൂദാശകൾ, കൂദാശേതര ശുശ്രൂഷകൾ, കർത്താവിൻ്റെ തിരുനാളുകൾ, ഇത് കൂടാതെ യാമപ്രാർത്ഥനകൾ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ആരാധനാക്രമ വത്സരത്തിലെ നമ്മുടെ പഠനം. ഇതിൽ നമ്മൾ എന്തിനാണ് ഇത് കർത്താവ് നമുക്ക് സഭയിലൂടെ തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കണം. കാരണം നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കാണ് ഏറ്റവും പ്രധാന ആരാധന. ഈ ആരാധനയിൽ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ബലി, ഏകപുത്രന്റെ അനുസരണമായ കുരിശുമരണമാണ്. ഈ കുരിശുമരണത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഈ കുർബാനയിലൂടെ അല്ലെങ്കിൽ ഈ ആരാധനാക്രമത്തിലൂടെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നാം അറിയണം. അറിഞ്ഞ് ആരാധിച്ചാൽ ആ ആരാധന അനുഭവമായി മാറും. നമ്മെ പിടിച്ചു നിർത്തുന്നത് അതാണ്. ദൈവവചനം പഠിച്ചും കുറിച്ചും ആവർത്തിച്ച് കേട്ടും ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൽ അർത്ഥം കണ്ടെത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം. അവർ സൺഡേ സ്കൂൾ പഠിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ മതബോധനം ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നില്ല. ശ്രദ്ധിക്കണേ, ഈ മതബോധനം ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നില്ല. ഈ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ കിട്ടാത്തത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുക്കും. പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ട്. ഈ ലോകത്തിൻ്റെ പല അറിവുകളും അവർക്കുണ്ട്. പക്ഷേ എന്തിനാണ് ഈ ആരാധനയിൽ ക്രമം ഈ സഭ ഇപ്പോഴും പിടിച്ചു നിൽക്കും? നമുക്കറിയാം, നമ്മുടെ ചില സമുദായങ്ങൾ, ക്രൈസ്തവ സമുദായങ്ങൾ, എല്ലാ അർത്ഥത്തിലും തളർന്നു പോകാൻ സാധ്യതയുള്ള സമുദായങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ആരാധനാക്രമത്തോടുള്ള അവരുടെ വിശ്വസ്തത കൊണ്ടാണ്. ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അവര് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും ആരാധന നമസ്കാര ക്രമങ്ങളിൽ അവർ യാതൊരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ടാണ് പല സഭകളും എല്ലാ അർത്ഥത്തിലും തകർന്നു പോകാൻ സാധ്യതയുണ്ടായിട്ട് തളരാത്തതിൻ്റെ കാര്യം. പ്രിയപ്പെട്ടവരെ, ആരാധനാക്രമത്തിൽ നമ്മൾ കത്തോലിക്കർ എന്ന നമ്മൾ, ഈ എപ്പിസ്കോപ്പൽ സഭകളിൽപ്പെട്ട നമ്മൾ അതിൻ്റെ പൊരുള് അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. അത് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മിശിഹായുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങൾ ശരണപ്പെടുന്നു. ഇപ്പോഴീ ആരാധനാക്രമത്തിന്റെ ഉദ്ദേശം അത് 1075 ഖണ്ഡിക ഇങ്ങനെയാണ് പറയുന്നത്:
ആരാധനാക്രമം മതബോധനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക എന്നതാണ്. ശ്രദ്ധിക്കണേ, അതായത് കൂദാശ എന്ന് പറയുന്നത് നമുക്കറിയാം, അദൃശ്യമായ കൃപാവരം ദൃശ്യവൽക്കരിക്കുന്ന അടയാളത്തിന്റെ പേരാണ് എന്ത്? കൂദാശ. അതായത് അദൃശ്യമായ കൃപാവരം അതിനെ ദൃശ്യമാക്കുക. ഇന്നെന്നെ കാണാൻ വേണ്ടി പാലായിൽ നിന്ന് 2 സഹോദരന്മാർ വന്നു. അതിലൊരു സഹോദരനൊരു വീട് പണി നടക്കുകയാണ്. ഒരു വർഷമായിട്ട് മുടങ്ങി കിടക്കുകയാണ്. ആഗ്രഹിച്ച് നന്നായിട്ട് തുടങ്ങിയതാണ്. 2 നില വീടൊക്കെ വലുതായിട്ട് വെച്ചു. പക്ഷേ 10 മാസത്തിലേറെയായി അത് മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിശ്വാസത്തിലും കൃപയിലും ശുശ്രൂഷയിലും ഒക്കെ നിൽക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മക്കള് 5 പേരെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും ഒക്കെ വിളിച്ചിരുത്തിയിട്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചിട്ട് പറഞ്ഞു, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, പേടിക്കണ്ട. ദൈവം നമ്മുടെ വീട് പണി പൂർത്തിയാക്കി തരും. ഇത് കർത്താവിൻ്റെ പ്രോജക്റ്റാണ്, വിഷമിക്കണ്ട. നമ്മുടെ കർത്താവ് വലിയവനാണ്. ജെറമ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ സ്ഥലം വാങ്ങി വീടുകൾ പണിത് അതിൽ വാസമുറപ്പിക്കുന്ന വചനമുണ്ട്. വീട് പണിയുമെന്നല്ല, വീടുകൾ പണിയുമെന്നാ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ, കർത്താവ് നമുക്ക് വീട് പണിത് തരും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മക്കളെ, ഇളയ മകളോട് പറഞ്ഞു, മോളെ നീ ചോദിക്കുമ്പോൾ, കർത്താവിനോട് ചോദിക്കുമ്പോൾ സിവിൽ സർവീസിന് വേണ്ടി ചോദിക്കണം. ചെറിയ കാര്യത്തിന് വേണ്ടി ഒന്നും ചോദിക്കരുത്, വലിയ കാര്യത്തിന് വേണ്ടി ചോദിക്കണം. അപ്പോൾ കർത്താവ് അത് തരും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളി ഈ പിള്ളേരെ എങ്ങോട്ട് ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചത്രേ, അതെ ചേട്ടാ, 20 വർഷത്തിലേറെ ആയില്ലേ നമ്മൾ നവീകരണത്തിലേക്ക് വന്നിട്ട്? 20 വർഷമായിട്ട് നമ്മൾ ഇത് തന്നെയല്ലേ പറയുന്നേ? കർത്താവ് തരും, കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് ബലപ്പെടുത്തും, ധൈര്യമായിട്ട്. എന്നിട്ട് ഇത് ഇതായി മുടങ്ങിക്കിടക്കുകയല്ലേ? അപ്പം അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ കുഞ്ഞുങ്ങളോടൊക്കെ എന്ത് മറുപടിയാച്ചാ പറയുക? കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഇറങ്ങി തിരിച്ചിട്ട് കർത്താവ് ഒരു വീട് പണി പോലും പൂർത്തിയാക്കുന്നില്ല, ഇതെന്താ ചെയ്ത്? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് ഇതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. അതായത് നമ്മൾ കാണപ്പെടുന്ന ഒരു ലോകമുണ്ട്, കാണപ്പെടാത്ത ഒരു ലോകമുണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ ദൃശ്യമായവയിൽ നിന്ന് അദൃശ്യമായവയിലേക്ക്, സൂചനയിൽ നിന്ന് സൂചിതത്തിലേക്ക്, കൂദാശകളിൽ നിന്ന് രഹസ്യങ്ങളിലേക്ക്, ഈ കാണപ്പെടുന്ന ആരാധനയിൽ നിന്ന് ഇതിൻ്റെ ഈ അദൃശ്യ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ് നമ്മൾ. ഈ വിശ്വാസം നമുക്കില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൃശ്യമായവ എല്ലാം നമ്മളെ ഭയപ്പെടുത്തും, മടുപ്പിക്കും. ഈ കാണുന്ന കാഴ്ചകളിൽ മാത്രം നമ്മൾ കണ്ട് രമിച്ച് ജീവിച്ചു പോയാലുണ്ടല്ലോ, എല്ലാ മതത്തിൽപ്പെട്ടവരെയും പോലെ കുറെ കഴിയുമ്പോൾ നമ്മൾ അടുത്തടുത്തേക്ക് ഓടി ഓടി കാല് തേഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവം ആഗ്രഹിക്കുന്ന, ക്രിസ്തു ആഗ്രഹിച്ച ഈ രഹസ്യങ്ങളെ മനസ്സിലാകാതെ മരിക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റു പറയാം, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ, തിരുജലത്താൽ എന്നെ കഴുകണമേ. എന്റെ ചിന്തകളെ കഴുകണമേ, എന്റെ ഹൃദയത്തെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുന്നത് 1075 ഖണ്ഡിക പറയുകയാണ്, the liturgical catechesis aim to initiate people into the mystery of Christ. The liturgical catechesis, അതായത് ഈ വർഷത്തെ നമ്മളുടെ ഈ ആരാധനാക്രമ പഠനം, നമ്മൾ ഈ വർഷം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്
അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ടു ഇനീഷ്യേറ്റ് പീപ്പിൾ, ആളുകളെ നമ്മൾ ഈ ക്രിസ്തു രഹസ്യത്തിലേക്ക് ആനയിക്കാനുള്ളതാണ്. ഇതിന് സഭാപിതാക്കന്മാർ വിളിക്കുന്ന പേരാണ് മിസ്റ്റിഗോഗി. മിസ്റ്റഗോഗി എന്ന് പറയുന്നത് MYSTAGOGY, മിസ്റ്റഗോജി എന്നും മിസ്റ്റഗോഗി എന്നും പറയും. ഇത് ഗ്രീക്ക് വാക്കാണ്. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് രഹസ്യങ്ങളിലേക്ക് നയിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ കൊന്ത ചൊല്ലുമ്പോഴും നമ്മൾ നൊവേന നടത്തുമ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുമ്പോഴും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും കരുണക്കൊന്ത ചൊല്ലുമ്പോഴും ഒക്കെ ഉള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അത് നമ്മുടെ പേഴ്സണൽ പ്രെയറാണ്. അത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളാണ്. അതെല്ലാം വേണം. അതെല്ലാം നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ അനുഗ്രഹവും കൃപയും വ്യക്തിപരമായി സ്പെഷ്യൽ കൃപകൾ കൊണ്ടുവരും, ഉറപ്പാണ്. പക്ഷേ സഭ പൊതുവായ ചില പ്രാർത്ഥനാ രീതികൾ, ആരാധനാക്രമം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാണ് എന്ന് ആദിമസഭ വചനബന്ധിതമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് വചനത്തിൻ്റെ അടിത്തറയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ഈ വിശ്വാസ പാഠങ്ങൾ മനസ്സിലാക്കണം. ഈ വിശ്വാസ പാഠം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്, ഈ വർഷം നമ്മൾ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിയാൽ ആരാധനാക്രമത്തിൽ നിന്ന് അഥവാ ലിറ്റർജിയിൽ നിന്ന് നമുക്ക് ജീവനും പ്രകാശവും കിട്ടും. ഈ ജീവനും പ്രകാശവും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നിഷ്ടം പോലെ ജീവിക്കുന്നത്, വഴിവിട്ടു പോകുന്നത്, അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മടുപ്പ് തോന്നുന്നത്, അവർക്ക് ഇതിനോടൊന്നും യാതൊരു പ്രതിപത്തിയും ഇല്ലാതെ പോകുന്നത്, ഒരു മീനിങ് ഇല്ല. ഹല്ലേലൂയാ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ആരാധന, നമ്മുടെ ഈ ലിറ്റർജി, ഈ കുഞ്ഞുങ്ങളൊക്കെ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ വന്ന് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം ഇവർക്ക് ഒരു ചുണ്ണാമ്പ് മനസ്സിലായിട്ടില്ലെന്ന്. അവർക്ക് എന്നോട് പിണക്കുണ്ടാവും, എന്നാലും പറയാം. പക്ഷേ ഇവര് ശ്രദ്ധിക്കണേ, ഈ ആരാധനാക്രമത്തിന്റെ ഈ അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഇതിനകത്തെ ചില രഹസ്യങ്ങളിലേക്ക്, ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഇവർ +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോയി ഏത് സ്റ്റഡി ക്ലാസ് കേട്ടാലും, നിരീശ്വരവാദികളുടെ യുക്തിവാദികളുടെ ക്ലാസ് കേട്ടാലും ഇവർ വിശ്വാസം കളയുകയില്ല. ഇവർ തോന്നുന്നവരോട് പോവുകയില്ല. മനസ്സിലായവർ പറ ഹല്ലേലൂയാ, സ്നേഹത്തോട് പറ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഇത് പഠിച്ച് മനസ്സിലാക്കിയാൽ ഈ മനസ്സ് തുറന്ന് ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് വരാൻ താല്പര്യമുള്ളവര് ഈ വർഷത്തെ നമ്മുടെ പഠനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇതിന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ പേരെന്താണ്? അതാണ് പേപ്പർ മേനയും കൊണ്ടൊക്കെ പറയുന്നത് മിസ്റ്റഗോഗി. മിസ്റ്റഗോഗി അഥവാ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുക. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഒരിക്കൽ പീലിപ്പോസ് ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അത് പീലിപ്പോസ് ചോദിച്ചു, കർത്താവേ, നീ കുറെ നാളുകൊണ്ട് പറയുന്നു പിതാവേ പിതാവേ, പിതാവിനെ കുറിച്ച് പറയുന്നു, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക. ഉടനെ ഈശോ പറഞ്ഞു, എന്താ പീലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കണ്ടാൽ ക്രിസ്തുവിന്റെ പിന്നിൽ ഈ വലിയ രഹസ്യം, ദൈവമെന്ന രഹസ്യം, പിതാവെന്ന രഹസ്യം, ഏക ദൈവമെന്ന രഹസ്യം കാണാൻ നമുക്ക് പറ്റും. കൂദാശ എന്ന് പറയുന്നതാണ് ക്രിസ്തു. ശ്രദ്ധിക്കണേ, ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ കാണുന്നവരുണ്ടോ? ഇന്ന് ഈശോയെ കാണുന്നവർ, ചിലരൊക്കെ ഈശോയെയൊക്കെ ദർശനത്തിലൊക്കെ കാണുന്നവരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നല്ല കാര്യം, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്.
ഓരോരുത്തർക്കും ഈശോ കൊടുത്ത വ്യക്തിപരമായ കൃപയാത്. അതല്ല ഞാൻ പറയുന്നത്. ഇന്ന് നമ്മളെ പോലുള്ള പാവപ്പെട്ട മനുഷ്യര് ക്രിസ്തുവിനെ കാണുന്നത് എങ്ങനെയാ ബേസില്? നമ്മൾ കൂദാശകളിലൂടെയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കാണുന്നത് കൂദാശകളിലൂടെ. അങ്ങനെയെങ്കിൽ ഈ കൂദാശകളിൽ സംബന്ധിക്കുന്ന നമ്മൾ ഈ പിതാവിന്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. പിതാവിനെ കാണും. ക്രിസ്തു എന്ന് പറയുന്നതാണ് ഈ കൂദാശ. ഈ ആരാധനാക്രമത്തിൽ ഈ ദൈവീക രഹസ്യങ്ങൾ, മിസ്റ്റിക്കൽ റെവലേഷൻസ്, ഈ ആരാധനാക്രമം മുഴുവനും പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത് നമ്മളുടെ തലമുടി കൊഴിയരുതെന്നോ കരപ്പം മാറണമെന്നോ വയറ്റുവേന പോകണമെന്നോ അല്ല. ഈ ആരാധനാക്രമത്തിൽ മുഴുവനും പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തു രഹസ്യങ്ങളാ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഈ കൂദാശ കാണുമ്പോ, ഈ ആരാധനാക്രമത്തിൽ സംബന്ധിക്കുമ്പോ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിനെ കാണിച്ചു തരികയാണ്. എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിനെ കാണുന്നവൻ അദൃശ്യനായ ദൈവത്തെ, പിതാവിനെ കാണാൻ വേണ്ടി. ഇതാണ് കൂദാശ. അപ്പൊ ഈ ആരാധനാക്രമത്തിൽ ഈ ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ആരാധനാക്രമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു 5 ഉദാഹരണം വളരെ പെട്ടെന്ന് പറയാം, അപ്പൊ നമുക്കത് മനസ്സിലാവും. 5 ഉദാഹരണം. ഉദാഹരണത്തിന്, നമ്മൾ ഈ കുരിശ് മരണം കാണുകയാണ്. ക്രൂശിതരായ കർത്താവിന്റെ ചിത്രം. അത് നമ്മൾ ക്രൂശിതനായ കർത്താവ് ഇങ്ങനെ കുരിശിൽ തൂങ്ങി മരിച്ച് കിടക്കുന്നു. ഇത് കാണുമ്പോൾ ദൃശ്യമായ ഒരു കാര്യമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നേ? നമ്മുടെ കർത്താവ് വേദന തിന്ന് മരിച്ചു. എന്നാൽ യോഹന്നാൻ ശ്ലീഹ ഇതിനെ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടു. ശ്രദ്ധിച്ചു കേൾക്കണം. ദൃശ്യമായ കാഴ്ചയ്ക്ക് പിന്നിൽ അദൃശ്യമായ ഒരു കാഴ്ച യോഹന്നാൻ ശ്ലീഹ കണ്ടു. ഈ യോഹന്നാൻ ശ്ലീഹായുടെ കാഴ്ചയിലേക്ക് വളരാനാണ് ആരാധനാക്രമം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറ ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും പിന്നെ 13-14 വാക്യങ്ങളും വായിക്കാം. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും ഐക്യപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനത്തിന്റെ വലത്തുകൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. 13-14 വാക്യങ്ങൾ കൂടെ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനം കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു.
ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ദൈവമക്കൾ, വളരെ അർത്ഥപൂർണമായൊരു കാര്യമാണ്. അതായത് ക്രൂശിത രൂപം കാണുമ്പോൾ, ദൃശ്യമായി കാഴ്ച കാണുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് 33 വയസ്സുള്ള AD 33 മരിച്ച യേശു ക്രിസ്തു എന്ന ചെറുപ്പക്കാരൻ്റെ കുരിശിൽ തറച്ചു തൂക്കിയിട്ടിരിക്കുന്ന, കുത്തി നുറുക്കിയിട്ടിരിക്കുന്ന ഈ രൂപം മരിച്ചു. ഈ മരണത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട് എന്ന് കണ്ട യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചു, യൂദാവംശത്തിന്റെ സന്തതി, യാക്കോബിന്റെ വേരായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. വെളിപാട് 5:5. എന്നിട്ട് ഇങ്ങനെ കുറിച്ചു വെച്ചു, ഈ ക്രൂശിത രൂപത്തിൽ അവൻ കാണുന്ന കാഴ്ച ഇതാ, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നു. ഈ കുഞ്ഞാട് കൊല്ലപ്പെട്ട് കിടക്കുകയല്ല, ഈ കൊല്ലപ്പെട്ട കുഞ്ഞാടിതാ നിൽക്കുന്നു. ഇതാണ് രഹസ്യം, ഇതാണ് കുർബാന. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിന്നീട് നമ്മൾ വായിച്ചതെല്ലാം കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവൻ ചെന്ന് സിംഹാസനസ്ഥന്റെ വലത്തുകൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അതാണ് വിശുദ്ധ കുർബാനയുടെ ഇടയിലെ ഏവൻഗേലിയോൻ. ഈ ചുരുൾ നിവർത്തി വായിച്ചു. ഉടനെ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ എവങ്കേലിയോൻ കേൾക്കും. എന്നിട്ടോ ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും. അതുകൊണ്ടാണ് ഈ ഗോൾഡൻ ധൂപക്കുറ്റിക്കകത്ത് നമ്മുടെ കുഞ്ഞുങ്ങള് ധൂപക്കുറ്റിയൊക്കെ വീശിക്കൊണ്ട് ഈ സ്വർണ്ണ കലശത്തിനകത്ത് ധൂപം വീശി, നിന്നാൾ സ്തുതിയുടെ രാജമകൾ നയവാൻ പന പോലെ തളിർത്തിടുമേ, ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തി ഈ ധൂപം ഉയരുന്നത്. ദൈവവചനത്തിൽ പറയാത്ത ഒരു കഷണം പോലെ നമ്മൾ ആരാധനയിലില്ല. ഇത് മനസ്സിലാകാത്ത പലതും പറയും. പക്ഷേ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവാരാധന. യോഹന്നാൻ ശ്ലീഹ കണ്ടപ്പോ, ഈ ക്രൂശിത രൂപം കണ്ടപ്പോ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഇതിന്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു. പിന്നീട് അവർ ഒരു നവ്യ ഗാനം ആലപിച്ചു. അതാണ് കുർബാനയിലെ പാട്ടുകൾ. പരിശുദ്ധൻ പരിശുദ്ധൻ, പുതിയ ഗാനം. എന്നിട്ടോ നീ വധിക്കപ്പെടുകയും, എന്താണ് ആ പാട്ടെന്നറിയാമോ? നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഇതാണ് ആ പാട്ട്. ഈ കുർബാന മുഴുവനും പാടുന്ന പാട്ടതാണ്. കർത്താവേ, ഈ ലോകത്തെ മുഴുവൻ നിന്റെ ചോര കൊണ്ട് നീ വിലയ്ക്ക് വാങ്ങി. അതാണ് നമ്മൾ പാടുന്നത്. ലോകത്തിനോടെ അനവധിയാം പാപം സ്വയബലിയായൊരു മശീഹ നിൻ ബലി പോ ഞങ്ങളെയും ഉടനെ അന്നേരമാണ് നമ്മൾ ഈ കുർബാനയിൽ ഈ രക്ഷ, ലോകത്തെ മുഴുവനും ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഈ കാര്യം, ഇതാണ് യോഹന്നാൻ ശ്ലീഹ വെളിപാടിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് കുർബാന. ഉടനെ 13-14 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും
ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. ഇതെന്തുമാത്രം സ്തുതി സ്തോത്രവുമാണ് നമ്മുടെ കുർബാനയിൽ. അത് കഴിഞ്ഞിട്ട് ഈ ശ്രേഷ്ഠന്മാർ, നമ്മൾ ഈ വലിയ കസേര എന്തുകൊണ്ടാണ് മദ്ബഹായിൽ ഇട്ടിരിക്കുന്നത്? ഈ ശ്രേഷ്ഠന്മാരുടെ അടയാളം കാണിക്കാനാണ്. ഈ ദേവാലയത്തിനകത്ത് ഈ മദ്ബഹായിൽ ഈ 24 ശ്രേഷ്ഠന്മാരുടെ ഒരു ചിത്രമുണ്ട്. അതുകൊണ്ടാണ് ഈ തിരുമേനിമാർക്കുള്ള കസേരകൾ ഇട്ടിരിക്കുന്നത്. ഇത്തരം തിരുമേനിമാർ വന്നില്ലെങ്കിൽ പോലും ആ കസേരകൾ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു ആരാധനാക്രമം, ഈ ക്രൂശിത രൂപം കണ്ടപ്പോ അതിന്റെ പിന്നിലെ രഹസ്യത്തിലേക്ക് യോഹന്നാൻ ശ്ലീഹാ പോയി. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു: സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. അതല്ലേ ഈ കുഞ്ഞാടിനെ നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോ, കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ഈ കുഞ്ഞാടിനെ കരങ്ങളിൽ ഇങ്ങനെ പുരോഹിതൻ നിങ്ങളുടെ നേരെ, ജനത്തിന് നേരെ ഇങ്ങനെ പിടിക്കുമ്പോ എല്ലാരും കൂടെ വണങ്ങിപ്പാടും: ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോനായി ശരണം നീ, മൃതർത്തൻ ഉയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതാണ് ഈ മിശിഹാ രഹസ്യങ്ങൾ. വിശുദ്ധ കുർബാന നമ്മളിങ്ങനെ കാണുമ്പോൾ കുറെ കാഴ്ചകൾ കണ്ടിട്ട് പോവുകയല്ല, മറിച്ച് യോഹന്നാൻ 5-ാം അധ്യായം വായിക്കണം. 5-ാം അധ്യായത്തിൽ കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ കണ്ടു. മരിച്ച് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഒരു കർത്താവിനെയാണ് പുറമേ നമ്മൾ കാണുന്നതെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അതാണ് മിസ്റ്റഗോഗി. ഈ രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം അനുസരിച്ചാണ് നമ്മുടെ ആരാധനകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. മദ്ബഹായുടെ ക്രമീകരണം, അതിൻ്റെ സ്ട്രക്ചർ, ദേവാലയത്തിന്റെ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം വെളിപാടിന്റെ പുസ്തകത്തിലെ ആരാധന പോലെ കണക്ക്. എന്താണെന്നറിയാമോ? വെളിപാടെന്ന് പറഞ്ഞാൽ തിരശ്ശീല ഇട്ടി രഹസ്യം മൂടിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ ബൈബിൾ ഒരു തുണി കൊണ്ടിങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് യോഹന്നാൻ ഭൂമിയിൽ നിൽക്കുകയാണ്. ദൈവം യോഹന്നാന് ഈ മൂടിയിട്ടിരിക്കുന്ന ഈ തുണി ഒരല്പം ഉയർത്തി കാണിച്ചു. അപ്പോൾ യോഹന്നാൻ കാണുന്ന കാഴ്ചയാണ്, സ്വർഗത്തിലെ കാഴ്ചകളാണ് ഈ ആരാധന. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ബലി അർപ്പിക്കുമ്പോ, അതാണ് അതിന്റെ പോയിന്റ്, ശ്രദ്ധിക്കണം. ഇവിടെ നീ ഒരു കുർബാന ചൊല്ലുമ്പോ ഈ 5-ാം അധ്യായത്തിൽ നടന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. സിംഹാസനത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട്, ശ്രേഷ്ഠന്മാർ ആരാധിക്കുന്ന ഒരു കുഞ്ഞാട് സ്വർഗത്തിൽ ഉണ്ട്. ഇതാണ് രഹസ്യം. ഇത് മനസ്സിലാക്കിയാലുണ്ടല്ലോ പിന്നീട് ഒരിക്കലും ഈ കുർബാന നമ്മൾ മിസ്സാകുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കൂദാശ. ഈ അടയാളങ്ങളിൽ, സൂചനയിൽ നിന്ന് സൂചിതത്തിലേക്ക് നമ്മൾ വളരണം. ഈ അടയാളങ്ങളിൽ നിന്ന് അടയാളം എന്തിനെ ചിഹ്നപ്പെടുത്തുന്നു ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരണം. ഇല്ലെങ്കിൽ എല്ലാ പ്രാർത്ഥനകളും പോലൊരു പ്രാർത്ഥനയായിട്ട് നമ്മൾ മാറും ആരാധനാക്രമം. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മിശിഹ അനുഭവത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ആരാധനാക്രമ മത്സരം ഗൗരവത്തോടെ എടുക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു ഉദാഹരണം, ഈ യേശു ക്രിസ്തു അപ്പവും വീഞ്ഞും കയ്യിലെടുത്തൊരു സംഭവം നമുക്കറിയാം, ഒരു അടയാളമാണ് അപ്പവും വീഞ്ഞും. അതാണ് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ വായിക്കാം. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ
യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അപ്പം കയ്യിലെടുത്തിട്ട് ശ്രദ്ധിക്കണേ, യേശു പറഞ്ഞു, നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് ഈ അപ്പം, നമുക്കറിയാം ഓസ്തി വീഞ്ഞ്, ഇത് കയ്യിലെടുത്തിട്ട് പുരോഹിതൻ ഇത് കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ ദൃശ്യമായത് കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു ഗോതമ്പപ്പം. ഒരു ഫാൻ ഇട്ടാൽ അതിൻ്റെ കാറ്റ് നേരിട്ടേറ്റാൽ പറന്നു പോകുന്ന ഭാരം കുറഞ്ഞ ഒരപ്പം. ഈ കാസായിൽ ഒഴിക്കുന്നത്, വെള്ളം ചേർത്ത് ഒഴിക്കുന്നത് ഒരല്പം വീഞ്ഞ്, അതിനകത്ത് ഒരല്പം വെള്ളം, കാണുമ്പോൾ ഒരപ്പം തിരുവീഞ്ഞ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദൃശ്യമായ കാഴ്ചയ്ക്കപ്പുറത്തേക്ക് യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണം. യേശു അപ്പം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. ശ്രദ്ധിക്കണം, ശരീരമെന്ന് പറയുന്നത് ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു തുണ്ട് മാംസക്കഷണത്തിന്റെ പേരല്ല. ശ്രദ്ധിക്കണം, ഈ രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ലെങ്കിൽ ഈ മാംസത്തെക്കുറിച്ച് ചർച്ച ചെയ്ത്, ഈ മാംസമായ അപ്പത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്ത് നമ്മുടെ വിശ്വാസം കെട്ടുപോകും. എവിടെയൊക്കെ ഈ അപ്പത്തിൽ മാംസക്കഷണമായോ അതിൽ അത്ഭുതം കണ്ട് കണ്ണ് മിഴിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിശ്വാസവും അവിടെ കൊണ്ട് തീരും. അടുത്തടുത്ത് എവിടെ അത്ഭുതമുണ്ടോ അവിടേക്ക് പോകും. യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? ഇത് ഈ അസ്ഥികഷണത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു തുണ്ട് മാംസത്തിന്റെ കാര്യത്തെക്കുറിച്ചല്ല, ഇതല്ല ശരീരം, മറിച്ച് ഇത് എൻ്റെ ശരീരമാണ് എന്ന് ഈ അപ്പം കയ്യിൽ എടുത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാൾ യേശു ഒരു തുണ്ട് അപ്പം കയ്യിൽ എടുത്തിട്ട് പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് ഞാനാണ്, ഇതെന്റെ ആളത്വമാണ്, ഇതെന്റെ പേഴ്സണാലിറ്റിയാണ്, ഇതെന്റെ പേഴ്സണാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു തുണ്ട് മാംസത്തിന്റെ കഥയല്ല. ഈ മാംസത്തിന്റെ കഥയാണെന്ന് മാത്രം ചിന്തിച്ചാൽ അപകടമാണ്. ഇത് യേശുവാണ് എന്ന രഹസ്യത്തിലേക്ക് പ്രവേശിക്കാൻ, അങ്ങനെ പറയാൻ യേശുവിന് മാത്രമേ പറ്റൂ. മരിച്ചിട്ട് ഉത്ഥാനം ചെയ്യുന്നതിന് മുൻപ്, ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കയറുന്നതിന് മുൻപ്, അതിന്റെ തലേ ദിവസം വ്യാഴാഴ്ച ഈ അപ്പം കയ്യിലെടുത്തിട്ട് അവൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അങ്ങനെ പറയാൻ അവന് മാത്രമേ പറ്റൂ, അവൻ ദൈവമായതുകൊണ്ട്. ആ അപ്പം അവനായി മാറി, ആ അപ്പം ക്രിസ്തുവായി മാറി, ദൈവമായി മാറി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആ രഹസ്യം. ഇവൻ ഒരു കാസായിൽ, സ്വർണ്ണ കലശത്തില് ഇത്തിരി വീഞ്ഞെടുത്തിട്ട് അവൻ പറഞ്ഞു, അടുത്ത വചനം, അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. എൻ്റെ രക്തമാണ്. എൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ചുവന്ന നിറമുള്ള ഒരു തുള്ളി നീര് ആയിട്ട് നമ്മളതിനെ കാണരുത്. ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയാം, എൻ്റെ രഹസ്യം, ഇതെൻ്റെ പ്രാണനാണ്. രക്തത്തിലാണ് ജീവൻ, ഇതെൻ്റെ ജീവനാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് രഹസ്യം. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇതൊരു ചടങ്ങായി മാറി നാക്കു നീട്ടി നമ്മൾ ഇത് സ്വീകരിക്കാൻ വേണ്ടി തത്രപ്പെടും. അതിനുവേണ്ടി മാത്രം ഒരു കുമ്പസാരം ആണ്ടുവട്ടത്തിൽ നടത്തും, എന്നിട്ട് കുർബാന സ്വീകരിക്കും, എന്നിട്ട് അവനെ നമ്മൾ പാടേ മറന്നുകളയും. അതുകൊണ്ടാണ് ഈ കുർബാന കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങുമ്പോൾ ഊരിയിട്ടിരിക്കുന്ന ചെരുപ്പ് കാണാത്തതിന്റെ പേരിൽ പുകിലുണ്ടാക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്. ഈ രഹസ്യത്തിലേക്ക് പ്രവേശിച്ചാലുണ്ടല്ലോ, ഇതെന്റെ പ്രാണനാണ്, ഇതെന്റെ ജീവനാണ്, ഇത് ഞാനാണ്. ഇതാണ് കുർബാന. ഈ രഹസ്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവേശിച്ചാൽ, ഒരിക്കലെങ്കിലും അവനുമായി ഈ ഒരു ഐക്യമുണ്ടായാലുണ്ടല്ലോ, പിന്നെ
അവന് നോവരുത് എന്നൊരു തീരുമാനം, ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും അവന് വേദന ഉണ്ടാക്കരുതെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും പ്രിയപ്പെട്ടവരെ. അതിനാണ് ആരാധനാക്രമത്തിന്റെ മിശിഹ രഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്ന് പറയാ. ഹല്ലേലൂയ, പലതരം എഴുതി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഉദാഹരണം, ഭാര്യ ഭർത്തൃബന്ധം. ഇതിനെ ശ്രദ്ധിക്കണേ. പുറമെ നോക്കുമ്പോൾ മനോഹരമായ കല്യാണം, ഇഷ്ടം പോലെ പൂക്കൾ, നല്ല വസ്ത്രം, ഓർണമെന്റ്സ്, നല്ല എല്ലാവരും യൂണിഫോമിലൊക്കെ വന്നിരിക്കുന്നു. അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഈ കളർഫുൾ ആക്കിയിരിക്കുകയാണ്. കളർഫുൾ കല്യാണം. ഇവർ രണ്ടുപേരും ഈ കണ്ടു കഴിഞ്ഞാൽ ഇണകളെ നല്ല യോജിച്ചിട്ടുള്ള ചേർന്ന ഇണങ്ങിയ തുണ, ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ജീവിത സഖി. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? വീട്ടിൽ ആലോചിച്ച് നമ്മൾ കണക്ക് കൂട്ടി ഇങ്ങനെ ചിന്തിച്ചാൽ ഇത്ര വർഷം കഴിയുമ്പോൾ അവൻ ഇത്ര രൂപ ശമ്പളം, അത് കഴിയുമ്പോൾ അവളുടെ പഠിത്തം അവളെയും കൂടെ കൊണ്ട് അയർലൻഡിലെത്തി, അവിടുന്ന് നേരെ അമേരിക്കയ്ക്ക് ഇങ്ങനെല്ലാം കണക്ക് കൂട്ടി നമ്മൾ കല്യാണം നടത്തി. അങ്ങനെ ഈ സ്ത്രീ പുരുഷ ബന്ധത്തെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കാണുമ്പോൾ ദൃശ്യമായി കല്യാണത്തിന്റെ പിന്നിലെ അദൃശ്യമായ ഒരു രഹസ്യത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാതെ പോയാൽ ക്രൈസ്തവരെന്ന നിലയിൽ നമ്മൾ ഇതൊരു കൂദാശയായി മാറില്ല എന്ന് തിരിച്ചറിയും. കൂദാശയുടെ പ്രത്യേകത എന്നറിയാമോ? സൂചനയിൽ നിന്ന് വളരണം, ഈ ക്രിസ്തു രഹസ്യത്തിലേക്ക്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. വായിക്കാമോ? 22, 23 വാക്യങ്ങളൊന്ന് വായിക്കാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഈ വിവാഹത്തെ നിർവചിക്കുന്നത്, ഉപമിക്കുന്നത് ഇങ്ങനെയാണ്: ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ബന്ധത്തെ സഭ കാണുന്നത് ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ബന്ധമായിട്ടാണ്. ഇതാണ് ഇതിന്റെ രഹസ്യം. ഈ രഹസ്യത്തെ ഒരിക്കലും മനസ്സിലാക്കാത്ത 2 കുഞ്ഞുങ്ങളാണ് പ്രിയപ്പെട്ടവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഈ കല്യാണം കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതാവും, ദുരിതമാകും. ഇത്രയും നാള് വ്യത്യസ്ത സംസ്കാരത്തിൽ, സാഹചര്യത്തിൽ ജീവിച്ചിരുന്നവർക്ക് ഒരു സുപ്രഭാതി ജീവിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും പറ്റുമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരോ. 4 കേസ് ഇപ്പൊ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. 4 കേസ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ രഹസ്യം ഇത് കർത്താവിന് പ്രീതികരമാകുന്നതെന്നറിയാമോ? ഈ വിവാഹം, ദൈവമക്കൾ, ക്രിസ്തുവിന്റെ മക്കൾ ഈ വിവാഹത്തെ കാണേണ്ടത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ സഭയായ മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. അടുത്ത വചനം: എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ലോകത്തിലെ ഒരു സാഹിത്യകാരനോ, ലോകത്തിലെ ഒരു രാഷ്ട്രീയക്കാരനോ, ലോകത്തിലെ ഒരു വ്യക്തിക്ക് എന്റെ പ്രിയപ്പെട്ടവർ ഇത് പറഞ്ഞു തരാൻ പറ്റുകയില്ല. ലോകത്തിൽ ഒരുപാട് തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഈ രഹസ്യത്തിനെതിരെ നിൽക്കും. അവർ പറയും, പല രീതിയിൽ ന്യായങ്ങൾ കണ്ടെത്തും. എന്നിട്ട് പറയും, ദൈവം ഞങ്ങളുടെ പക്ഷത്താന്ന് പറയും. മണവാളനും പറയും, ദൈവം ഞങ്ങളുടെ പക്ഷത്താ, ഞങ്ങൾ നീതിയാ ചെയ്ത്. മണവാട്ടിയും പറയും, ഞങ്ങളുടെ പക്ഷത്താ കർത്താവ്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. 2 പേരുടെയും ഭാഗത്ത് ദൈവം. ഇങ്ങനെ വാദിച്ച് ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും ഈ വിവാഹം ഇത് ശരിയാകില്ല. എന്താണെന്നറിയാം എൻ്റെ പ്രിയപ്പെട്ടവരെ? ഈ രഹസ്യത്തിലേക്ക് ഈ പ്രിയപ്പെട്ട മക്കൾ കടന്നിട്ടില്ല. കല്യാണം പൊടിപൊടിച്ചു.
നാട്ടുകാരെ മുഴുവൻ ഇളക്കി കല്യാണം നടത്തി. പക്ഷേ ഈ രഹസ്യം മനസ്സിലായിട്ടില്ല. അത് മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ടില്ല, മക്കൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വിവാഹമോചനത്തെ എതിർക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഈ ക്രിസ്തു രഹസ്യത്തിൽ ഒരിക്കലും ക്രിസ്തുവിന് തന്റെ മണവാട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. തന്റെ ജീവൻ കൊടുത്ത് നേടിയെടുത്തതാണിത്. ഈ ക്രിസ്തുവിന് ക്രിസ്തുവിന്റെ മണവാട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ രഹസ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയോടുള്ള ഈ ബന്ധത്തെ പൗലോസ് ചേർത്ത് വെച്ചിരിക്കുന്നത്, സഭ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആണും തമ്മിൽ കല്യാണം കഴിക്കാൻ സഭ പറ്റില്ല എന്ന് പറയുന്നത്. ക്രിസ്തുവും തമ്മിലുള്ള വിവാഹമല്ലിത്. ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള വിവാഹമാ. ആണും പെണ്ണും തമ്മിലുള്ള വിവാഹമാ. പ്രിയപ്പെട്ടവരെ, സഭ ഈ രഹസ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് 2000 വർഷങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ ഈ കൂദാശയായി ഇതിനെ കാണുന്നത്. ഈ കൂദാശയിലേക്ക് പ്രവേശിക്കാതെ, ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കാതെ പുറമെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്താൽ ദൃശ്യമായി കാര്യങ്ങൾക്ക് മങ്ങലുകൾ ഉണ്ടാകും, കാഴ്ച മങ്ങും, ആവേശങ്ങൾ തീരും. കുറെ കഴിയുമ്പോ തുടങ്ങി വെച്ച ആവേശങ്ങൾ ഇല്ലാതാകും. അപ്പോ ഈ രഹസ്യങ്ങളിലേക്ക് എടുത്തു വെക്കാത്ത കുഞ്ഞുങ്ങൾ പതറിപ്പോകും. അടുത്ത തലമുറ പറയും, ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി, കല്യാണം വേണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഇത് ഈ ആരാധനാക്രമം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാ. നമുക്ക് ജീവനും പ്രകാശവും തരുന്നതാണ് ഈ ആരാധനാക്രമം. ഈ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നവരുടെ ബന്ധം. അതാണ് മിസ്റ്റിക്കോഗി. നമ്മുടെയൊക്കെ പൂർവികരായ അപ്പച്ചന്മാർ, അമ്മച്ചമാര്, ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞു, 13ാമത്തെ വയസ്സിൽ അപ്പച്ചൻ വന്നു. വീടന്ന് മേളിലോട്ട് കയറി പോകണം, വഴി അത്ര ശരിയല്ല, നല്ല കുത്തി ഒലിക്കുന്ന മഴ. മണവാളൻ മണവാട്ടിയെടുത്ത് തോളത്തിട്ടുകൊണ്ട് വീട്ടിൽ കയറി വന്നു. 13 വയസ്സുള്ള ആളിനെ. പിന്നീട് 60-62 വർഷക്കാലം പ്രിയപ്പെട്ടവരെ അവര് ഒന്നിച്ച് ജീവിച്ചതൊക്കെ വലിയ ദഹനമായിരുന്നു. ഇല്ലായ്മയുടെ, വറുതിയുടെ കാലമായിരുന്നു, പട്ടിണിയുടെ കാലമായിരുന്നു. പക്ഷേ ഈ രഹസ്യത്തെ കുറിച്ച് വെളിപാട് കിട്ടി. അറിവല്ലത് ഒരു വെളിപാടാണ്. ഈ വെളിപാടിന് വേണ്ടി ക്രൈസ്തവ മക്കൾ തയ്യാറാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും, ദുരിതങ്ങൾ കാണേണ്ടി വരും, അടുത്ത തലമുറയുടെ പതനം കാണേണ്ടി വരും. ഇത് സംഭവിച്ചു തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ആരാധനയുടെ, നമ്മൾ ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസിലേക്ക് നമ്മൾ കടന്നു വരണം. ഒരു കാര്യം കൂടെ കണ്ടുകൊണ്ട് നിർത്താം. നമുക്ക് അറിയാം, ഈ വിശുദ്ധ കുർബാന നമ്മൾ തുടങ്ങുമ്പോൾ ഈ ദേവാലയ വിരി ഇത് നമ്മൾ കാണുമ്പോൾ വലിയ 10-20 അടി ഹൈറ്റുള്ള ഒരു നീണ്ട തുണി ഒറ്റയ്ക്ക് തുന്നി ഇങ്ങനെ ചേർത്ത് നല്ല മനോഹരമായിരിക്കും അല്ലേ. ഇതിവര് മിടുക്കരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിച്ചു കൊണ്ട് ഇടാനും തിരിച്ചു വലിക്കാനും ഒക്കെ എല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കും. അപ്പൊ ഈ വിരി കാണുമ്പോൾ നമ്മൾ കാണുന്നത് ദൃശ്യമായ കാഴ്ച എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൃശ്യമായ കാഴ്ച ഇത് കുറച്ച് നീളവും വീതിയുമുള്ളൊരു തുണി. ഇത് ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് അച്ഛൻ അവിടെ നിന്ന് നടത്തുന്നു. അത് കാണിക്കാതിരിക്കാൻ വേണ്ടി മറയിടുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്നാ കണ്ടോളൂ, കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇടുന്നു, പിന്നെ കണ്ടു. ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചയായി നമ്മൾ കാണുമ്പോൾ ദൈവവചനം എന്താണ് ഈ വിരിയെ കാണുന്നതെന്നറിയാമോ? വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ശ്രദ്ധിക്കണേ. വെളിപാടിന്റെ പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഒരു വെളിപാട്, ഈ വെളിപാടെന്ന് പറയുന്നത്, റെവലേഷൻ എന്ന് പറയുന്നത്, അതിനെ ഉപമിക്കുന്നത് സ്വർഗത്തെ മറച്ചു വെച്ചിരുന്ന ഒരു വിരി തുറന്നു കാണിച്ചതുപോലെയാണ്. ഒന്ന് വായിക്കാമോ? സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. അതായത്
ഈ സ്വർഗം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇത് രഹസ്യമാണ്. യോഹന്നാൻ ശ്ലീഹ ഈ സ്വർഗം ഇങ്ങനെ തുറന്നതായിട്ട് കണ്ടു, ഓപ്പൺഡായിട്ട് കണ്ടു. ഈ കാഴ്ചയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ തിരശീല ഇങ്ങനെ ഇടുന്നത്. സ്വർഗത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം യോഹന്നാന് കിട്ടിയപ്പോൾ യോഹന്നാൻ പറയുകയാണ്, സ്വർഗം തുറന്നു കണ്ടു ഞാൻ. ഇനി എന്താണ് ഈ വിധി എന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു കേൾക്കണം. എന്താണ് ഈ വിധി? ഈ വിധി ഇതാണ് രഹസ്യം. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും രഹസ്യങ്ങളുണ്ട്. ഓരോന്നിനെ കുറിച്ചും വായിക്കാം. ഹെബ്രായർ 10:19-20. എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഒന്നുകൂടെ ആ വചനം ഒന്നുകൂടെ ഉറക്കെ വായിക്കാമോ? എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എൻ്റെ സഹോദരരെ, ഹെബ്രായ ലേഖനകർത്താവ് പറയാണ്, സഹോദരരെ, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മനോധൈര്യമുണ്ട്. നമ്മുടെ കഴിവല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് ഈ വഴി, പള്ളിയിലേക്കുള്ള വഴി, ഈ കൂദാശയിലേക്കുള്ള വഴി നമുക്ക് തുറന്നു തന്നു. അടുത്ത വചനം, എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ, ഈ വിരിയുടെ പേരാണ് എന്ത്? തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. നമ്മൾ ആർക്കും ഇത് മനസ്സിലായിടും? ദൈവവചനത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത്, നമ്മൾ കണ്ടെത്തിയല്ല. ഹെബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഈ പള്ളിയിൽ നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഈ വിരിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ മാറുന്ന, ഈ നെടുവേ കീറുന്ന ഈ ദേവാലയത്തിലെ തിരശീല ചിലയിടത്ത് ഇത് രണ്ടായിട്ട് മാറും, ചിലയിടത്ത് ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ മാറും. ഈ മാറുന്ന, ഈ കീറുന്ന, ഈ നെടുവേ പിളരുന്ന ഈ വിരിയുടെ പേരാണ് ക്രിസ്തുവിന്റെ ശരീരം. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന വിരിയിലൂടെ, അടുത്ത വചനം, അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. നവീനവും സജീവവുമായ ഒരു പാത. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിന്റെ ശരീരത്തിലെ ഈ കീറലുണ്ടല്ലോ, ഈ പിളറൽ, ഈ മുറിഞ്ഞു മാറിയ ഈ മുറിഞ്ഞ ശരീരമുണ്ടല്ലോ, ഇതാ ഈ വിരി. നാം ഇനിയും ഈ വിരി കാണുമ്പോ, ഇവിടെ ഈ വിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ നമ്മൾ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഈ രഹസ്യങ്ങളിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാൻ ആത്മധൈര്യത്തോടെ, കുറ്റബോധമില്ലാതെ ആത്മധൈര്യത്തോടെ ഈ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ എന്നെ സഹായിക്കുന്നത് ഈ വിരിയ, ഈ കീറിയ വിരിയ. അതവന്റെ ശരീരമാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ ശരീരം പിളർന്നു. ആ പിളർന്നത് കൊണ്ടാണ് എനിക്ക് മനോധൈര്യമുണ്ടാകുക. ഈ കുർബാന കഴിഞ്ഞിട്ടും പിന്നെയും വിഷാദപ്പെട്ട് ചതഞ്ഞ് മുറിഞ്ഞാണ് പോകുന്നതെങ്കിൽ, ദേഷ്യം പിടിച്ചാണ് പോകുന്നതെങ്കിൽ, ഒരിക്കൽ പോലും ഈ കീറിയ ശരീരത്തിൽ നിന്ന് ഈ ആത്മശക്തി പുറപ്പെട്ടത് നമ്മൾ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഈ കുർബാനയ്ക്ക് വന്നിട്ട് പിന്നെ നമ്മള് ഒടിഞ്ഞുകൂത്തിയാണ് പോകുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈ കീറിയ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ചോരയുണ്ട്, രക്തമുണ്ട്. എനിക്ക് മനോധൈര്യം തരുന്ന ആദ്യത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തുണ്ട്? മനോധൈര്യം. പ്രിയപ്പെട്ടവര്, ഇത് ഒരു ധൈര്യം തരുന്ന കൂദാശ, ഇത് ഒരു കോൺഫിഡൻസ് തരുന്ന കൂദാശയാ.
കാരണം അവന്റെ ശരീരത്തിന് പിളർന്ന ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ഈ രക്തം എനിക്ക് ധൈര്യപൂർവ്വം ഈ പള്ളിയിൽ അവന്റെ മുമ്പിൽ ദൈവം മുമ്പാകെ നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ്. പള്ളിയുടെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഒടിഞ്ഞു നിൽക്കാനല്ല, മുന്നോട്ട് പോകുന്ന ധൈര്യപൂർവ്വം നിൽക്കാൻ ഒരു ധൈര്യം, ആരാധിക്കാൻ ഒരു ബലം. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന തരുന്ന ഒരു ആത്മധൈര്യം. ഈ രഹസ്യങ്ങളിലേക്ക് അറിഞ്ഞ് പ്രവേശിക്കണം. ഒരുപാട് രഹസ്യം. അപ്പം ലിറ്റർജിയുടെ അടിസ്ഥാന രഹസ്യം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളിലേക്ക്, അടിസ്ഥാന ഉദ്ദേശം ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുക. മിസ്റ്റിഗോഗി എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുക. അതിനെന്ത് വേണമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഈ വിരി, ഈ ശരീരമാകുന്ന വിരി, ഈ യേശുവിനെ കാണുമ്പോൾ നമുക്കറിയാം, ഈ രൂപാന്തരി മലയിൽ, താബോറിന്റെ മലയിൽ, ഇതാണ് ആ ചിത്രം കണ്ടോ? മുകളിലത്തെ ചിത്രം, യേശു രൂപാന്തരപ്പെടുന്ന ചിത്രം കണ്ടോ? കാണാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. ആരുമില്ല, കാണാം, എല്ലാവർക്കും കാണാം. അതെ, ആ ചിത്രത്തിൽ ഈശോ ഒരിക്കൽ ഈ തൻ്റെ ശരീരമാകുന്ന വിധിക്കപ്പുറത്തുള്ള ദൈവഭാവത്തെ ശിഷ്യന്മാർക്ക് ഒരു നിമിഷ നേരത്തേക്കൊന്ന് കാണിച്ചു കൊടുത്തു. അവർ ഞെട്ടിപ്പോയി. ശരീരമാകുന്ന ഈ വിധിക്കകത്തുള്ള ദൈവഭാവത്തെ താബോറിന്റെ നെറുകയിൽ വെച്ച് ഈ 3 പേർക്കൊന്ന് കാണിച്ചു കൊടുത്തു. മോശയും ഏലിയായും കൂടെ നിന്ന് സംസാരിക്കുന്ന ദൈവപുത്രന്റെ ശരീരത്തിലെ ആ ശരീരമാകുന്ന വിരി ഒന്ന് മാറ്റി കാണിച്ചു. ഞെട്ടിപ്പോയി, അവര് വിരുണ്ടുപോയി. അതാണ് ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അവന്റെ ശരീരമാകുന്ന വിരി കീറി, നെടുകെ ദേവാലയത്തിലെ തിരശീല കീറി, അതിലൂടെ ഒരു പാത തുറക്കപ്പെട്ടു. ഇനി നമുക്ക് കോൺഫിഡൻസോടെ ദൈവത്തിന് മുമ്പാകെ നിൽക്കാം. ഇതാണ് ഈ ആരാധന, ഇതാണ് ആരാധനാക്രമം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഒരു അനോയിനിങ്, അതിന് പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്? വെറുതെ ആർക്കും വരാം എന്നുള്ള അർത്ഥത്തിലല്ല. ഹെബ്രായ ലേഖന കർത്താവ് 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. എങ്ങനെ വേണം ഈ ശ്രീകോവിലേക്ക്, അല്ലെങ്കിൽ ഈ വിരി, തുറന്ന വിരിയിലേക്ക് പ്രവേശിക്കേണ്ടത്? വായിക്കാം. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ. അത് അടിസ്ഥാനമാണ്. ഈ വിരി കീറിയത് നമുക്ക് വേണ്ടി തുറന്നു തന്ന ഒരു ദൈവീക രഹസ്യങ്ങളുണ്ട്. അത് കാണാൻ വരുമ്പോ ഉറപ്പുള്ള വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയം. 2, ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടുപ്പാക്കുകയും. ദുഷ്ടമനസാക്ഷിയുള്ള ഹൃദയത്തോടെ വരരുത്. 3, ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. ശുദ്ധജലം, ജലം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വചനം എന്നൊരർത്ഥം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ വചനത്താൽ വെണ്മയുള്ളതാക്കണം. വചനം കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശുദ്ധരായി മാറും. വചനം കൊണ്ട് ശുദ്ധജലത്താൽ ശരീരത്തെ കഴുകി ഹൃദയത്തെ വെടിപ്പാക്കി സത്യഹൃദയത്തോടെ, വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ വരണം. അപ്പോ ഈ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് കുമ്പസാരം നമുക്ക് തന്നിരിക്കുന്നത്. അത് ഒരു അലക്കുകല്ലോ വാഷിംഗ് മെഷീനോ ഒന്നുമല്ല, മറിച്ച് ഈ രഹസ്യങ്ങളിലേക്ക് എന്നെ ഉയർത്താനുള്ള പരിശുദ്ധാത്മാവിന്റെ സ്നേഹവാതിലാണ് കുമ്പസാരം. പാപം കഴുകിക്കളയാൻ നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്, അല്ലേ? നല്ലൊരു തീർത്ഥാടനം നടത്തി, നല്ല കുറെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത്, കുറെ നേരം മുട്ടുമേ നിന്ന് കർത്താവ് കരുണയുള്ളവന് ആ പാവമൊക്കെ ക്ഷമിക്കും. പക്ഷെ കുമ്പസാരം എന്ന് പറയുന്നത് കൂദാശയായി തരുന്ന എന്തിനാണെന്നറിയാമോ? ഈ രഹസ്യങ്ങളിലേക്ക് നിന്നെ എടുത്തു വെക്കാനാണ്. ഹല്ലേലൂയ.